30 വയസ്സിന് ശേഷം ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ അതല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ജിഷ മേരി, ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. ഇപ്പോൾ സാധാരണ പെൺകുട്ടികളിൽ പഠനം കഴിഞ്ഞ് ജോലി കിട്ടി ലൈഫ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു കണക്കിന് അത് നല്ലതാണെന്നേ പറയൂ. കാരണം ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് വിവാഹം മാത്രം അതൊരു പാരാമീറ്റർ അല്ലല്ലോ. പണ്ടത്തെ പോലെ അങ്ങനെയല്ല. സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യവും സാമൂഹികമായിട്ടുള്ള ഉയർച്ചയും എല്ലാ സ്ത്രീകളും പൊതുവെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് നമുക്ക് ഏറ്റവും പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് 18 മുതൽ 20 വയസ്സ് വരെയുള്ള സമയം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. കാരണം പ്രത്യുൽപാദനം ഏറ്റവും ഉയർന്ന രീതിയിൽ സാധ്യമാകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു സമയം ശാരീരികമായിട്ട് ആ സമയം തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഓവം അല്ലെങ്കിൽ അണ്ഡം ഏറ്റവും ഫെർട്ടൈലായിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഏറ്റവും നല്ല സാഹചര്യത്തിൽ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ അപ്പിയർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ്. ആദ്യത്തെ കുഞ്ഞ് 25 വയസ്സിന് മുൻപ് ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. 25 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സാകുമ്പോഴേക്കും ഗർഭധാരണത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞു തുടങ്ങുകയും പലവിധ രോഗാവസ്ഥകളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ ഇരുന്നുള്ള ജോലി, പ്രത്യേകിച്ച് IT പോലെയുള്ള ജോലികളിൽ കൂടുതൽ സ്ത്രീകൾ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ കായിക അധ്വാനം കുറഞ്ഞു വരുന്ന സമയമായതിനാൽ കൂടുതലും ഇരുന്നുള്ള ജോലികളും കാര്യങ്ങളുമായി നമ്മൾ ജങ്ക് ഫുഡൊക്കെ നമ്മൾ നന്നായി ഉപയോഗിക്കുന്നു, പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കുന്നു എന്നതിനാൽ തന്നെ ഗർഭം ധരിക്കാനുള്ള സാധ്യത 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കുറഞ്ഞു തുടങ്ങാനാണ് സാധ്യത. അപ്പോൾ പിന്നെ 30 വയസ്സ് കഴിഞ്ഞാലുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. 30 വയസ്സ് കഴിഞ്ഞ് ആദ്യത്തെ ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സമയത്ത് കഴിയുന്നതും ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ ഗർഭിണിയാകാനായിട്ട് ശ്രദ്ധിക്കണം. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ദമ്പതികൾ രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടി ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് എല്ലാ ടെസ്റ്റുകളും, അതായത് രക്തപരിശോധനയടക്കം സ്കാനിങ് അടക്കം അതുപോലെ തന്നെ സ്പേം കൗണ്ട് നോക്കുന്ന ടെസ്റ്റുകളടക്കം അങ്ങനെ സ്ത്രീയുടെയും പുരുഷൻ്റെയും രണ്ടുപേരുടെയും എല്ലാ ലാബ് ടെസ്റ്റുകളും ഒന്ന് പൂർത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളുണ്ടോ എന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ചും 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ തുടങ്ങുന്നതായിട്ട് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഡയബറ്റിസ് വളരെ നേരത്തെ തന്നെ വരാനായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, PCOD. ഒരു 17 വയസ്സ് കഴിഞ്ഞ പല പെൺകുട്ടികളിലും PCOD വളരെ കോമൺ ആയിട്ട് കാണുന്നു. നമ്മുടെ മാസമുറയിൽ അല്ലെങ്കിൽ മെൻസസിൽ ഉണ്ടാകുന്ന അവസ്ഥാന്തരങ്ങൾ അല്ലെങ്കിൽ ദിവസം കൂടുതൽ കാണുക, ഡ്രോപ്പ് ആയിട്ട് കാണുക, പ്രോപ്പറായിട്ടുള്ള ബ്ലീഡിങ് വരാതിരിക്കുക, രക്തക്കുറവ് ഉണ്ടാവുക, വിളർച്ചയുണ്ടാവുക, ശരീരം അമിതമായി വണ്ണം വെച്ച് വരിക എന്നീ ലക്ഷണങ്ങൾ PCODക്ക് അനുബന്ധമായിട്ട് കാണാറുണ്ട്. അപൂർവം ചിലരിൽ തന്നെ ഓവറിയിൽ വലിയ സിസ്റ്റുകളും കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യമേ തന്നെ മാനസികമായിട്ടുള്ളൊരു പൊരുത്തം രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. മാനസികമായ പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഗർഭധാരണം സാധ്യമാവുകയുള്ളൂ. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്ഡ് ഫുഡ് കുറച്ച്, അതായത് അമിതമായ സ്പൈസസും എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങളെല്ലാം കുറച്ചതിന് ശേഷം വളരെ മിതമായ നാരുകളാൽ സമ്പന്നമായ ഫൈബർ റിച്ച് ഡയറ്റ്, ഓട്സ് ഒക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഫോളിക് ആസിഡ് ഗുളികകൾ ഗർഭധാരണത്തിന് ഒരു 3 മാസം മുൻപേ കഴിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ വിവാഹശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫോളിക് ആസിഡ് ഗുളികകൾ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് ഫോളിക് ആസിഡ് ഗുളികകൾ എന്ന് ചോദിച്ചാൽ 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ക്രോമോസോമൽ അബ്നോർമാലിറ്റി, സ്പൈന ബൈഫിഡ പോലെയുള്ള ക്രോമോസോമൽ അബ്നോർമാലിറ്റിക്ക് കാരണമാവുകയും അതുപോലെ തന്നെ അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് അവോയ്ഡ് ചെയ്യാനാണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് ബനാന, പഴം വളരെ നല്ലതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്.
അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വെയിറ്റ് അമിതമായി കൂടാനോ അമിതമായിട്ട് കുറയാനോ ഇടവരുത്താതെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2.5 മണിക്കൂർ വ്യായാമമാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അരമണിക്കൂർ വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം, ശരീരം മുഴുവൻ വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമത്തിൽ ഏർപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഗ്നൻസിയെ ബാധിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷനിങ്. ആദ്യമേ നമ്മൾ ചെയ്യുന്ന ലാബ് ടെസ്റ്റുകളിൽ തൈറോയ്ഡ് നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. T3, T4, TSH, TFT, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ TPAO, TAO എന്ന് പറയുന്ന ആൻറ്റി തൈറോയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്ത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപൂർവം ചില കേസുകളിൽ ഡോക്ടേഴ്സ് തൈറോയ്ഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ അത് സ്കാൻ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഗർഭധാരണത്തിന് അത് തടസ്സമില്ലാതിരിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ഷേപ്പ്, ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളുണ്ടോ, അതിൽ എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളും സ്കാനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസസും ഫോളിക് ആസിഡ് ഗുളികകളും ഉപയോഗിച്ച് 6 മാസത്തോളം തുടർച്ചയായി ദമ്പതികൾ ഒരുമിച്ച് താമസിച്ച് ഗർഭധാരണം സാധ്യമാകുന്നില്ലെങ്കിൽ, യൂഷ്വലി നമ്മൾ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് 1 വർഷത്തോളം ഗർഭനിരോധന മാർഗങ്ങളൊന്നും കൂടാതെ ദമ്പതികൾ ഒരുമിച്ച് താമസിച്ച് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്തിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 30 വയസ്സ് കഴിഞ്ഞാൽ 6 മാസത്തോളം നമ്മൾ ശ്രമിച്ചിട്ടും കുഞ്ഞുങ്ങളാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു വിദഗ്ധനായൊരു ഡോക്ടറെ, അതായത് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട്, അധികം ഇംഗ്ലീഷ് മെഡിസിനിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ കുടുംബ ഡോക്ടറെ നിങ്ങൾ ആദ്യം കണ്ട് വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്ത് ആവശ്യമുള്ള മരുന്നുകൾ കൃത്യമായി കഴിച്ചു തുടങ്ങിയാൽ ഏറ്റവും എളുപ്പം നമുക്ക് ഗർഭധാരണം സാധ്യമാകും. മാത്രമല്ല, ഗർഭം ധരിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ടെസ്റ്റിലൂടെ അത് കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെൻസസിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് സ്ത്രീകൾ എഴുതി വെക്കാനും സൂക്ഷിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലിനിക്കിൽ കാണുന്ന ഒരു വളരെ വിഷമം പിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പല പെൺകുട്ടികളോടും സ്ത്രീകളോടും ലാസ്റ്റ് മെൻസസിൻ്റെ ഡേറ്റ് എന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ ഓർത്തു വെക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തിരക്ക് കൊണ്ട് വിട്ടുപോകുന്നതായിരിക്കാം. പക്ഷേ പ്രത്യേകിച്ച് ഗർഭധാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ഡേറ്റ് കൃത്യമായി കുറിച്ച് വെക്കണം. കാരണം ലാസ്റ്റ് മെൻസസ് ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈവൻ ഡെലിവറി ഡേറ്റ് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, കൃത്യമായി മരുന്നുകൾ എടുക്കാനും സ്കാനിങ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പീരീഡ്സ് മിസ്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് യാത്രകൾ ചെയ്യാതെ, ഒരുപാട് ശരീരം അനങ്ങാതെ ഒക്കെ സൂക്ഷിച്ച് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്ത് ആവശ്യമുള്ള റെസ്റ്റ് കൊടുത്ത്, എന്നാൽ അതോടൊപ്പം തന്നെ പ്രഗ്നൻസി ആയാസകരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള എക്സസൈസസും യോഗയും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ഗർഭകാലവും ആരോഗ്യമുള്ള ഒരു കുഞ്ഞും നമുക്ക് ലഭിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അവരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും, അതുപോലെ വിറ്റമിൻ ഗുളികകൾ എന്തെങ്കിലും വേണമെങ്കിൽ, തൈറോയ്ഡ് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഡയറ്റ് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രഗ്നൻസിയൊക്കെ ചിലപ്പം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ കാണാറുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ 30 years. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെഡിക്കേഷനും അതിൻ്റേതായിട്ടുള്ള നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിച്ചാൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ 30 വയസ്സ് എന്നുള്ളത് വലിയൊരു പ്രായമൊന്നുമല്ല ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ഫാമിലിയിലായിട്ട് നമ്മൾ സെറ്റിലായി, നമ്മൾ സോഷ്യലായിട്ട് സെറ്റിലായി, നമ്മുടെ കരിയറിൽ നമ്മൾ സെറ്റിലായി വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ള വളരെ അന്തസ്സോടുകൂടിയുള്ള ഒരു ജീവിതം സ്ത്രീകൾക്കും ഒരു കുടുംബ ജീവിതം കിട്ടാനായിട്ട് അത് തീർച്ചയായിട്ടും സഹായിക്കും. ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പുതിയ ഒരു വിഷയവുമായിട്ട് കണ്ടുമുട്ടുന്നതുവരെ തൽക്കാലം സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ മേരി.